എന്നെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ യാഗമായി സമർപ്പിക്കും. ഈ പകൽക്കാലം ഞാൻ മരിച്ചു, എൻ്റെ ജീവൻ ക്രിസ്തുയേശുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുക. ഞാനല്ല, അങ്ങ് എൻ്റെ തലയായിട്ടിരിക്കണ്ടേ, അങ്ങ് എൻ്റെ കർത്താവായിട്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവകൃപയാൽ ഇന്ന് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട റിജി അച്ചായൻ്റെ കൂടെയാണ് ഉള്ളത്. അച്ചായൻ എപ്പോഴും കാണുമ്പോഴൊക്കെ തന്നെ അച്ചായൻ ദൈവവചനത്തിൽ നിന്നും താൻ മനസ്സിലാക്കിയ ആഴത്തുള്ള സത്യങ്ങൾ ഞാനുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അച്ചായൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവം ഒരുക്കിയ വേലയിലായിരിക്കുന്നു. അച്ചായനെ വീണ്ടും കാണുവാനായിട്ട് കഴിഞ്ഞപ്പോൾ അച്ചായനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: അച്ചായ, ദൈവവചനം ഇപ്രകാരം പറയുന്നു, നാം പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ നമ്മെ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ എങ്ങനെയാണ് അച്ചായൻ ആ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത്? എങ്ങനെയാണ് രഹസ്യത്തിൽ നമുക്ക് നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നത്? ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ചോദ്യം നല്ലൊരു ചോദ്യമാണ്. എനിക്കിപ്പോൾ 63 വയസ്സ് പ്രായമായിട്ടുണ്ട്. പക്ഷേ ഞാൻ 2012 കഴിഞ്ഞുള്ള സമയത്താണ് ശരിക്കുള്ള പ്രാർത്ഥന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ദൈവരാജ്യ സുവിശേഷം കേട്ടതിലൂടെയാണ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഇടയായത്. അത് സംഘടനയുടെയോ മതത്തിൻ്റെയോ ഒന്നും ഭാഗമല്ലാതെ പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ് എന്ന് പറഞ്ഞ ദേവദാസനിലൂടെ കേട്ട ദൈവരാജ്യ സന്ദേശങ്ങളാണ്, അദ്ദേഹത്തിലുള്ള പുസ്തകങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ടും എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് കൊണ്ടുവന്നത്. എങ്ങനെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കും? അത് പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ആദ്യമൊക്കെ പ്രാർത്ഥിക്കാമെന്ന് ഓർത്ത്, പക്ഷേ അത് പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ച എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ചാണ്, ദൈവം എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് തന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കാൻ നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മളെ സകല സത്യത്തെയും വഴി നടത്താൻ വേണ്ടി. അതെൻ്റെ ഹൃദയത്തിൽ ആഴമായിട്ട് കിടന്നൊരു കാര്യമാണ്. അപ്പം തന്നെ കർത്താവിൻ്റെ വചനം എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു വചനം ദേവദാസനിലൂടെ കേട്ടതാണ്. മനുഷ്യനെ ഉണ്ടാക്കിയത് ഭൂതലത്തിലൊക്കെയും കുടിയിരിക്കാൻ വേണ്ടിയാണ് അവൻ ഒരുവൻ നിന്ന് മനുഷ്യജാതിയെ മുഴുവനും ഉളവാക്കിയത്. അപ്പോൾ ദൈവത്തിന് കുടിയിരിക്കാൻ, ദൈവത്തിന് വസിക്കാൻ, ദൈവത്തിൻ്റെ ആലയമായിട്ടിരിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നുള്ളത് അത് ദൈവരാജ്യ സന്ദേശത്തിലൂടെയാണ് എനിക്ക് കേൾക്കാനിടയായി തീർന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ സകല സത്യത്തിന് വഴി നടത്താൻ വേണ്ടി അനാഥരായി നിർത്താതെ കർത്താവ് തന്നിരിക്കുന്നതാണ്. ആ ഒരു ബോധ്യം മനസ്സിൽ ആഴമായിട്ട് കിടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം റോമർക്കുള്ള ലേഖനം 8 അധ്യായം വായിക്കും പറയുവാണ്, വേണ്ടുമണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് നമ്മൾ അറിയണം. അപ്പം നമ്മളെ സ്വയത്തിലല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇന്നത്തെ ദിവസം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറണമെങ്കിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം കൈക്കൊള്ളും, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവ് എന്നൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കണം നിങ്ങൾക്ക് തരും. ആ ദൈവരാജ്യ സുവിശേഷത്തിലൂടെയാണ് ഞാൻ കേട്ടത്, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം, പുരുഷൻ്റെ തല ക്രിസ്തു എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ അതേക്കുറിച്ചുള്ള വലിയൊരു അറിവൊന്നും എനിക്കില്ലായിരുന്നു. എന്നാൽ ദൈവവചനത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്നു. ഈ കർത്താവായ യേശു കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഒരു ശരീരം കൊടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവ് പറയുവാണ്, നീ എനിക്ക് ശരീരം ഒരുക്കിയിരിക്കുക, എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുക. അതിലൂടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് യേശു പറയുവാണ്, കാരണം വചനം പറയുവാണ് ക്രിസ്തുവിൻ്റെ തല ദൈവമാണെന്ന്. യേശു പറയുവാണ്, ഞാൻ വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാണ്ടല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാണ്ട വന്നേ. വീണ്ടും പറയുവാണ്, എനിക്ക് സ്വയേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പിതാവ് കാണിക്കുന്നതല്ലാതെ പുത്രനൊന്നും ചെയ്യുന്നില്ല. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം വായിക്കുമ്പോൾ യേശു പറയുവാണ്, ഞാൻ സംസാരിക്കുന്നതും സ്വയേ അല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 7:17 വായിക്കുമ്പോൾ യേശു പറഞ്ഞു, എൻ്റെ ഉപദേശം എൻ്റേത് അല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ.
ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ യേശു അല്ല, കാരണം അവിടെയെല്ലാം ആത്മാവായ ദൈവത്തിന് ഭൂമിയിൽ വെളിപ്പെടണമെങ്കിൽ തൻ്റെ മുഖാന്തരമായ ക്രിസ്തു ശരീരമെടുത്ത് ഭൂമിയിൽ വന്നിട്ട് ആ ആത്മാവായ ദൈവം വെളിപ്പെടുന്നത് മുഴുവനും തൻ്റെ ആ മുഖാന്തരത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ തല ക്രിസ്തുവാണ്. അപ്പം യേശു നമുക്ക് കാണിച്ചെന്ന അതേ മാതൃകയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. അതാ പത്രോസിൻ്റെ ലേഖനം വായിക്കും പറയുന്നത്, അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. ആ ഒരു മാതൃക പ്രകാരം മനസ്സിലാക്കിയിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഞാനല്ല പ്രാർത്ഥിക്കേണ്ടത്, എന്നിലൂടെ എൻ്റെ തലയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കേണ്ടത്. അപ്പം ഞാൻ കർത്താവിൻ്റെ ഒരു ശരീരമായിട്ടാണ് മാറേണ്ടത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ശരീരമായിട്ട് മാറുന്നതുകൊണ്ടാണ് റോമർക്കുള്ള ലേഖനം 12-ാം അധ്യായം വായിക്കും പറയുവാണ്, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മപ്പെടുത്തി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, നമ്മുടെ ഈ ബോഡിയെക്കുറിച്ചല്ല പറയുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവന് വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിക്കാൻ. അപ്പോൾ ഓരോ ദിവസവും രാവിലെ പൗലോസ് പറയുവാണ്, ഞാൻ ദിനംതോറും മരിക്കുക. അപ്പം നമ്മളെ തന്നെ യാഗമായിട്ട് സമർപ്പിക്കുക. അപ്പോൾ ഓരോ ദിവസവും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ വാ തുറക്കുമ്പോഴേ ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ, പരിശുദ്ധാത്മാവേ പ്രഭാതവന്ദനം, നല്ല പകൽക്കാലത്ത് ഞാൻ സ്തോത്രം, ഈ പകൽക്കാലം എൻ്റെ യജമാനായിട്ടിരിക്കണമേ, എൻ്റെ അധ്യാപകനായിട്ടിരിക്കണമേ, 2 കാര്യങ്ങളെ പറയും. ആ പറഞ്ഞിട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ, പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം ഞാൻ എന്തുവാ പ്രാർത്ഥിക്കേണ്ടത്, വേണ്ടുമെന്ന് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അങ്ങ് തന്നെ എനിക്ക് അതിനുള്ള തരണമേ. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ എൻ്റെ വായിൽ തരും. ഞാൻ വിശ്വസിക്കുന്നത് ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടല്ല, നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അങ്ങനെയല്ല, ഓരോ ദിവസത്തെയും അങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും പ്രാർത്ഥന തുടങ്ങുമ്പോഴേ വ്യത്യസ്തമായ വചനങ്ങളാണ് കയറി വരുന്നത്. അപ്പം ഞാനത് വിശ്വസിക്കേണ്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുക. ആ പരിശുദ്ധാത്മാവിൻ്റെ ചിന്ത എന്തെന്നറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ തരുക. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, അബ്ബാ പിതാവേ, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നല്ല പകൽക്കാലത്ത് ഞാൻ സ്തോത്രം, ഈ പ്രഭാതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എന്നെ തന്നെ അങ്ങയുടെ കാര്യങ്ങൾ യാഗമായി സമർപ്പിക്കുക. റോമർക്കുള്ള ഞാൻ എന്തും പറയാം, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവന വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ ഞാൻ യാഗമായി സമർപ്പിക്കുക. അബ്ബാ പിതാവേ, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നല്ല പകൽക്കാലത്ത് ഞാൻ സ്തോത്രം, ഈ പ്രഭാതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എന്നെ തന്നെ അങ്ങയുടെ കാര്യങ്ങൾ യാഗമായി സമർപ്പിക്കുക. ഈ പകൽക്കാലം ഞാൻ മരിച്ചു, എൻ്റെ ജീവൻ ക്രിസ്തു യേശുവിൽ ദൈവത്തിൽ മറിഞ്ഞിരിക്കുക. ഞാനല്ല, അങ്ങ് എൻ്റെ തലയായിട്ടിരിക്കണ്ടേ, അങ്ങൻ്റെ കർത്താവായിട്ടിരിക്കണമേ, അങ്ങൻ്റെ രാജാവായിട്ടിരിക്കണമേ. പത്രോസിൻ്റെ ലേഖനം വായിക്കും പറയുവാണ്, യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ വിശുദ്ധീകരിക്കാനും. അപ്പം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലമായ ദേഹിയിൽ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിക്കുക. കാരണം എൻ്റെ തല ക്രിസ്തുവാണ്, ആ ക്രിസ്തുവിനെ അവിടെ തലയായിട്ട് വിശുദ്ധീകരിക്കുക. എന്നിട്ട് ഞാൻ പറയും, എത്രമാത്രം കർത്താവെ അങ്ങേക്ക് കീഴ്പ്പെടാമോ അത്രമാത്രം കീഴ്പ്പെടുക, എത്രമാത്രം ആശ്രയിക്കാമോ അത്രമാത്രം അങ്ങിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ കർത്താവിനോട് പറയുള്ളൂ, കർത്താവേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപമാണ്. മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്നതാണ് ദൈവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ രക്തത്താൽ കഴുകണമേ. അത് എല്ലാ ദിവസത്തുള്ള പ്രാർത്ഥനയിലുള്ളതാണ്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അബ്ബാ പിതാവേ, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നല്ല പ്രഭാതനായ സ്തോത്രമപ്പ, ഈ പകൽക്കാലം എൻ്റെ ആത്മാവിൽ എൻ്റെ തലയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെ അങ്ങ് വന്ന് വസിക്കണമേ. ആത്മാവിൽ അങ്ങ് തലയായിട്ടിരിക്കണമേ, ആത്മാവിൽ അങ്ങ് രാജാവായിട്ടിരിക്കണമേ. എത്രമാത്രം അങ്ങേ ഭയപ്പെടാമോ അത്രമാത്രം ഭയപ്പെടുന്നു, എത്രമാത്രം അങ്ങിൽ ആശ്രയിക്കാമോ അത്രമാത്രം ആശ്രയിക്കുന്നു. അങ്ങ് ആത്മാവിൽ അങ്ങ് തലയായി, എൻ്റെ ദേഹിയിൽ കർത്താവെ അങ്ങ് തലയായി, ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി. വീണ്ടും പ്രാർത്ഥിക്കും, ആത്മാവിൽ പിതാവെ അങ്ങ് തലയായി, പുത്രൻ ശരീരമായി, ഞാൻ അങ്ങയുടെ അവയവമായി തീരുവാൻ അങ്ങ് കൃപ തരണമേ. ഈ പകൽക്കാലം മുഴുവനും അങ്ങൻ്റെ ഉള്ളിൽ വസിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ, അപ്പം മുമ്പേ ചോദിച്ച ചോദ്യം ഏതായി, എങ്ങനെ പിതാവിൻ്റെ അടുക്ക് ചെല്ലും? കർത്താവ് പറയുവാണ്, ഞാൻ വാതിലാവുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്ക് ചെല്ലാൻ പറ്റുകയില്ല. കാരണം പിതാവ് അതിവിശുദ്ധമാണ്. കാരണം പിതാവ് പാവമുള്ളിടത്ത് പിതാവിന് കയറി ചെല്ലാൻ കഴിയുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പാവികളുടെ നടുവിലേക്ക് ഇറങ്ങി ചെല്ലുന്നവനാണ്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിനോട് മാത്രമേ എനിക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റുകയുള്ളൂ. എൻ്റെ ദേഹിയിൽ കർത്താവിനെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, യേശുവിനെ കർത്താവായി വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അതിലൂടെ മാത്രമേ എനിക്ക് പിതാവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഞാൻ ആ ഒരു ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ആ ലെവലിലേക്ക് ഞാൻ വന്നു കഴിയുമ്പോൾ, ആ പ്രാർത്ഥന പോലെ തന്നെ ഞാൻ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിലാണ്
ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥന തുടങ്ങുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യം, കാരണം നമുക്കിതൊക്കെ വേണേൽ പറയാം, ഇങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയാം. പക്ഷേ യോഹന്നാൻ്റെ ലേഖനം വായിക്കും പറയുവാണ്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ അനുഭവിച്ചത്, ഞങ്ങൾ തൊട്ടത്, അത് നിങ്ങൾക്കും ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാൻ വേണ്ടി ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് കൊണ്ട്, ആ തലയായിട്ട് കണക്ട് ചെയ്ത് ഓരോ ദിവസവും ആരംഭിക്കുന്നത് കൊണ്ട്, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ നിൽക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എപ്പോഴും ആ ഒരു ബോധ്യമുണ്ട്, ഞാൻ നടക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ നോക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ മുമ്പിലാണ് എന്നെനിക്കൊരു ബോധ്യമുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ദിവസം മാറുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴും ആ കൂട്ടായ്മയിൽ എപ്പോഴും ഒരുമിച്ചുള്ളൊരു യാത്രയാണ്. അവിടെ യോഹന്നാൻ്റെ ലേഖനം വായിക്കും പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയോ അത് പിതാവായ ദൈവത്തോടും കർത്താവായ യേശുക്രിസ്തുവിനോടും കൂടിയാണ്. കൊരിന്ത്യർക്കുള്ള ലേഖനം വായിക്കും പറയണം, ശരീരം ഇനി ദുർനടപ്പിനുള്ളതല്ല, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനുള്ളതാണ്. ഏത് ശരീരമാണ്? ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നത്, പ്രാർത്ഥിക്കുന്നത്, എന്നെ പഠിപ്പിച്ചത് ഈ രീതി കൂടിയാണ്. അത് ആ ദൈവരാജ്യ സുവിശേഷത്തിലൂടെയാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അതുകൊണ്ട് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. കാരണം വ്യത്യസ്തമായിട്ട് അന്നന്ന് നമുക്കുള്ള ആഹാരം തരയണമെന്ന്, അതുപോലും പരിശുദ്ധാത്മാവ് ഏത് ആഹാരം എന്ന് കൊടുക്കണമെന്നുള്ള കാര്യം പരിശുദ്ധാത്മാവാണ് തരുന്നത്. അപ്പോൾ ഒരു ഡെയിലി ബ്രെഡ് കിട്ടിയാൽ തന്നെയും എൻ്റെ ജീവിതത്തിൽ ഡെയിലി ബ്രെഡ് കിട്ടുമ്പോഴത്തേനും ഒരു റോസപ്പൂ വിരിയുന്ന പോലെയാണ്. ഒരു വചനം മാത്രമല്ല, ആ ഒരു വചനം ആദ്യം കിട്ടും, അത് കഴിയുമ്പോഴത്തേനും അവിടുന്ന് ഇവിടുന്ന് എല്ലായിടത്തും റോസപ്പൂ വിരിയുന്ന പോലെയാണ്. അത് ആ ഒരു ദിവസം മുഴുവനും അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. പക്ഷേ നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ രാവിലെ നമ്മുടെ ഈ ഭൗതിക ശരീരത്തിന് വേണ്ടി നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കും, ചിലപ്പം 11 മണിക്ക് ഒരു ജ്യൂസ് കുടിക്കും, ഉച്ചയ്ക്ക് ചോറുണ്ണും, 4 മണിക്ക് നമ്മൾ ചായ കുടിക്കും, വൈകിട്ട് ചോറുണ്ണും. പക്ഷേ ഇതൊക്കെ നമ്മൾ വിശക്കുമ്പോൾ കഴിക്കുന്ന. പക്ഷേ നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ആഹാരവും വേണം. ഞാൻ വിശ്വസിക്കുന്നത് രാവിലെ മാത്രമല്ല നമുക്ക് ആത്മീയ ആഹാരം കിട്ടുന്നത്, നമ്മൾ പോകുന്ന വഴിക്കെല്ലാം അപ്പൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിലാണ് താമസിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് എല്ലാം തന്നുകൊണ്ടിരിക്കും. ആ ഒരു ദിവസം വലിയൊരു അനുഗ്രഹമായിരിക്കും. കാരണം ആ ദിവസം അനുഗ്രഹമാണെന്ന് പറയാൻ കാരണം പരിശുദ്ധാത്മാവിലൂടെ തുടങ്ങി കർത്താവായ യേശു ക്രിസ്തുവിൽ വന്ന് ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ പിതാവിൻ്റെ സ്നേഹം, പുത്രനായ യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ധാരാളമായിട്ട് ഓരോ ദിവസവും അനുഭവിക്കാൻ എനിക്കെൻ്റെ ജീവിതത്തിൽ കഴിയുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ സ്വയം ഇല്ലാതാകണം. എത്രമാത്രം നമ്മുടെ സ്വയം ഇല്ലാതാകുന്നു അത്രമാത്രം ദൈവം നമ്മളിലൂടെ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. എത്രമാത്രം ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാവോ അത് എത്രമാത്രം നമ്മുടെ സ്വയം ഇല്ലാതാകുന്നു അതിലൂടെ മാത്രമേ നമുക്ക് ആ ദൈവസാന്നിധ്യം കൂടുതലായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. യേശുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുക, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എങ്ങനെ? നമ്മുടെ തലയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. ഇതാണ് എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ച് എങ്ങനെ പിതാവിൻ്റെ അടുക്ക് ചെല്ലാം എന്നുള്ള കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ അനുഭവിക്കുന്നതായ കാര്യങ്ങൾ. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. നന്ദി അച്ഛൻ്റെ ജീവിതത്തിൽ ദിനം ആരംഭിക്കുമ്പോൾ തന്നെ തന്നെ താഴ്ത്തി തൻ്റെ തലയായി ക്രിസ്തുവിനെ സ്ഥാപിക്കുകയും ആ ദിനം താൻ അനുദിനം ജയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീരുന്നു. എല്ലാ ദിവസവും താനല്ല, തന്നിലൂടെ ക്രിസ്തുവിലൂടെ അത്യുന്നതനായ ദൈവത്തെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്ന ഒരു ദൈവദാസനാണ്. പക്ഷേ ഒരു ചോദ്യം കൂടി അതോടനുബന്ധിച്ച് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് പലരും മുൻഗണന കൊടുക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇനിയും നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പിക്കും. നമ്മുടെ പ്രാർത്ഥനയിലും കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം, തൻ്റെ രാജ്യം ഭൂമിയിലേക്ക് വരണം എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത്. അതിനകത്ത് നമുക്ക് വേണ്ട അന്നന്ന് വേണ്ട ആഹാരം നമുക്ക് നൽകണമെന്നും കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. ശരിക്കും നമ്മുടെ പ്രാർത്ഥനയിൽ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, നമ്മൾ എങ്ങനെയാണ് ആ പ്രാർത്ഥനയെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തിനാണ് മുൻഗണന കൊടുക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓർപ്പിക്കുന്നത്? ഭൗതിക നന്മകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി അനേക പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു. അത് ലഭിക്കാതെ വരുമ്പം പലരോടും കയ്പോ വൈരാഗ്യമോ ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ലഭിച്ചുകൊണ്ടിരുന്ന വഴികളെല്ലാം ദൈവം തന്നെ പല പ്രാവശ്യം അടച്ചു കളഞ്ഞപ്പോഴത്തേന് വേറൊരു മാർഗ്ഗമില്ല. കാരണം നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത്, ഞാനിപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അവരിൽ നിന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരെ കഠിനമാക്കി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അവരോട് കയ്പ് തോന്നി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ എൻ്റെ ഉള്ളിൽ ആ കയ്പ് കുറേ നാൾ കയറി കിടന്നപ്പോഴത്തേന് ഞാൻ എന്നെ നോക്കിയപ്പോഴത്തേന് എന്ന് കഴിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരുന്നില്ല. അപ്പം ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഇവരെ കഠിനമാക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു എനിക്ക് പിന്നെയാണ് പിടികിട്ടിയത്. കാരണം ഇവരിൽ നിന്നുള്ള നോട്ടം
അപ്പൻ്റെ അടുക്കിലേക്ക് നോക്കാൻ വേണ്ടി അവരെ കഠിനമാക്കിയതാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലാക്കിയത്. ഞാനവിടെ ദൈവസന്നിധി മുട്ടുമടക്കി അവരെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. ദൈവം എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ നോട്ടം മുഴുവനും ദൈവത്തെങ്കിലേക്കായപ്പോൾ ഞാൻ ഒരാവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല. കാരണം വചനം പറയുവാണ്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്ക്, ആകാശത്തെ പറവകളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരെ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്നായ പിതാവ് അവയെല്ലാം പുലർത്തുക. കാരണം അവയെല്ലാം പുലർത്താൻ കാരണം അവരൊന്നും അനുസരണക്കേട് കാണിക്കുന്നില്ല. നമ്മളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുസരണത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, എൻ്റെ ജീവിതത്തെ ഇപ്പോഴത്തെ അനുഭവം ഞാൻ പറയുന്നത്, ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. തക്ക സമയത്ത് അറിയുന്നതിന് മുമ്പേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഓരോ ദിവസം എങ്ങനെ പോകും, എങ്ങനെ യാത്രയാകും, അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് തന്നെ സ്വർഗം എവിടെന്നെങ്കിലും ഈ വഴി തുറന്നു നോക്കും. കാരണം ദേവദാസനോട് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ശിഷ്യന്മാർ യേശുവിൻ്റെ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് പെസക ഒരുക്കേണ്ടെന്ന്. ഉടനെ യേശു പറയുകയാണ്, നിങ്ങൾ പട്ടണത്തിൽ ചെല്ല്, ഉടനെ ഒരു കൂടം വെള്ളമായിട്ട് മനുഷ്യൻ പോകുന്ന കാണാം. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ ഗുരുവിന് എവിടെയാണ് പെസക ഒരുക്കേണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേന് അവർ വിരിച്ചിരിക്കുന്ന വൻ മാളിക കാണിക്കുമെന്നാണ് പറഞ്ഞ്. അത് ദൈവം ഒരുക്കി വെച്ചിരിക്കുക. പിന്നെ കരം കൊടുക്കുന്ന കാര്യം വരുമ്പോഴും പറയുന്നുണ്ട്, ശീമോൻ നീ കടലിൽ പോയി മീൻ പിടിക്കുക. മീൻ പിടിക്കുമ്പോൾ ആദ്യം കാണുന്ന മീനെ പിടിച്ച് അതിൻ്റെ വാ തുറക്കുമ്പോൾ എനിക്കും നിനക്കും വേണ്ടത് കാണും. എല്ലാം ദൈവം മുന്നൊരുക്കിയിരിക്കുക. അപ്പം കർത്താവിന് വചനം പറയുവാണ്, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരെ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്നായ പിതാവ് അവയെല്ലാം പുലർത്തും. എന്നിട്ട് പറയുക, അവയേക്കാൾ എത്രയോ വിശേഷതയുള്ളവരാ നിങ്ങൾ. നമ്മളത് മനസ്സിലാക്കുന്നില്ല പലപ്പോഴും. നമ്മൾ അതിനേക്കാളൊക്കെ വിശേഷതയുള്ളവരാ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. കാരണം ആകാശത്തിലെ പറവകളെപ്പോലും ദൈവം ഇത്രമാത്രം നോക്കുന്നുണ്ടെങ്കിൽ തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കരുതുന്നുണ്ട്. നമ്മൾ അപ്പൻ്റെ മുമ്പിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കപ്പെടും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടുന്നില്ല. കാരണം ദൈവം എല്ലാം ഒരുക്കി തരുന്നുണ്ട്. അധികവും തരികയില്ല, നമുക്ക് കണ്ടമാനം ലാഭശാട്ടി അടിക്കാനും തരികയില്ല. പക്ഷേ ആവശ്യമുള്ള അന്നന്ന് ആവശ്യമുള്ളത് നമുക്ക് ആത്മീയ ആഹാരം തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഭൗതികമായിട്ട് എന്തെല്ലാം വേണ്ടോ അതെല്ലാം ഒരുക്കി തരുന്നുണ്ട്. അതിനകത്ത് തൃപ്തനായിട്ടായിരിക്കുന്നത്. നന്ദി അച്ഛൻ. അച്ഛൻ പറഞ്ഞതിനകത്ത് വലിയൊരു ആഴമുണ്ട്. നാം ദൈവത്തെ അറിയുമ്പോൾ തന്നെ നാം ദൈവപുത്രനായിട്ട് തീരുവാനായിട്ടുള്ള ആ ഒരു പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ സകല സ്വർഗീയ അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ പിതാവിനെ നാം വിശ്വസിച്ചാൽ മതി. ഇവിടെ പ്രാർത്ഥനാ ജീവിതം അച്ഛൻ പറഞ്ഞതുപോലെ ഇനിയും നമ്മളല്ല, ക്രിസ്തു എന്ന് നമ്മളിലൂടെ വെളിപ്പെടുവാനും അതിലൂടെ പിതാവിനെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തിയ ഒരു പ്രകാശമായി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മെ ഫോളോ ചെയ്തുകൊള്ളും. മുമ്പേ നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനും, അതോടുകൂടെ നമുക്ക് വേണ്ടതൊക്കെ ലഭിക്കും എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വിശ്വസിക്കാം. നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രയും നേരം നമ്മോട് സഹകരിച്ച് തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട എങ്ങനെ ഒരു വ്യക്തി പ്രാർത്ഥിക്കണമെന്നും രഹസ്യത്തിൽ തൻ്റെ പിതാവിനോട് എങ്ങനെ പ്രാർത്ഥിക്കാമെന്നും എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്നും വ്യക്തമായിട്ട് പറഞ്ഞു തന്ന അച്ചായന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു അച്ചായൻ.